ആഴ്ചയിൽ 5 ദിവസം വർക്കിംഗ് ഡേ, അതായത് ശനിയാഴ്ച അവധി, ശനിയും ഞായറും അവധി. ഈ തീരുമാനം ഒരു പക്ഷേ എല്ലാ മേഖലയിലുമുള്ള തൊഴിലാളികൾ, അതായത് സർക്കാർ സർവീസിലുള്ള സമസ്ത മേഖലയിലുമുള്ള തൊഴിലാളികൾ സഹർഷം സ്വാഗതം ചെയ്യാനാണ് സാധ്യത. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തുമാകട്ടെ, ആ കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് അത് നല്ലൊരു തീരുമാനമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നാനുണ്ടായ ഒരു വളരെ പ്രധാനപ്പെട്ട കാരണം തന്നെ ഞാൻ ആദ്യം പറഞ്ഞു. അതായത് ശനിയും ഞായറും ഈ 2 ദിവസങ്ങളിലാണ് സ്കൂളിൽ പോകുന്ന കുട്ടികൾ, സ്കൂളിലോ അതായത് കോളേജിലോ എവിടെയും ആകട്ടെ, അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ധാരണ നമുക്ക് വച്ചു പുലർത്താം. മിക്കവാറും കേരളത്തിലെ സ്ഥിതി അനുസരിച്ച് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ്, പ്രായപൂർത്തിയാകുന്നത് വരെയെങ്കിലും കുട്ടികൾ വിദ്യാഭ്യാസ മേഖലയിലായിരിക്കും. അപ്പോൾ ഈ ശനിയും ഞായറും ദിവസങ്ങളിലെ കുട്ടികൾ വീട്ടിലുള്ള ദിവസം മാതാപിതാക്കളും വീട്ടിലുണ്ടെങ്കിൽ അത് ഒരുപാട് പ്രയോജനം ചെയ്യും. അവരുടെ ക്യാരക്ടർ ഫോർമേഷൻ കാലഘട്ടമാണ് ഇതൊക്കെ. ആ സമയത്ത് ശനിയാഴ്ച അമ്മയും അച്ഛനും വീട്ടില് ഉണ്ട്, അല്ലെങ്കിൽ അമ്മ മാത്രം അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന വീടാണെങ്കിൽ അമ്മയും അച്ഛനും വീട്ടിൽ ശനിയാഴ്ച ഉണ്ടാവുക എന്ന് വെച്ചാൽ അതിന് ഒരു പ്രത്യേക ഡിസിപ്ലിൻ ആ വീടിന്റെ അന്തരീക്ഷത്തില് നിലവിൽ വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മള് വലിയ ഒരു സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടിയ ഗാരി എസ് ബെക്കറിന്റെ എ ട്രീറ്റീസ് ഓൺ ദ ഫാമിലി എന്ന ഒരു ഗ്രന്ഥമുണ്ട്. എ ട്രീറ്റീസ് ഓൺ ദ ഫാമിലി, അതായത് കുടുംബത്തെ പറ്റിയുള്ള ഒരു പ്രബന്ധം. ആ പുസ്തകത്തില് ഗാരി എസ് ബെക്കർ എന്താ പറയുന്നത്? വിവാഹം എന്ന് പറയുന്നത് ഒരു ലോങ് ടേം കോൺട്രാക്റ്റ് ആണ്. ആ ലോങ് ടേം കോൺട്രാക്റ്റിന്റെ ഉദ്ദേശശുദ്ധി അദ്ദേഹം പറയുന്നു കുട്ടികളെ, അതായത് ഈ വിവാഹം എന്ന് പറയുന്ന കോൺട്രാക്റ്റിലെ ഉൽപ്പന്നം എന്ന് പറയുന്നത് കുട്ടികളാണ്. ആ കോൺട്രാക്റ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികളെ ഓപ്റ്റിമം പേഴ്സണാലിറ്റിയിലേക്ക് മാതാവും പിതാവും കൂടി കൈപിടിച്ചുയർത്തുക എന്നാണ്. അപ്പൊ ഈ ശനിയും ഞായറും, അതായത് 5 വയസ്സ് വരെ നമ്മൾ കുട്ടികളെ മാതാപിതാക്കൾ തന്നെ നോക്കുന്നു. അതിനുശേഷം അവരെ സ്കൂളിൽ വിടുന്നു. സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ രാവിലെ മാതാപിതാക്കളുണ്ട്, വൈകുന്നേരം മാതാപിതാക്കളുണ്ട്. അതുവരെയുള്ള സമയത്ത് ടീച്ചേഴ്സാണ് അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ സഹായഹസ്തം നീട്ടേണ്ടത്. അത് കഴിഞ്ഞ് ശനിയും ഞായറും ആരുമില്ലാത്തൊരവസ്ഥ ശനിയാഴ്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഈ മാതാപിതാക്കൾക്ക് ജോലിയിൽ നിന്ന് ആ സമയത്ത് അവധി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പോകണ്ട, അവധിയല്ല അവർക്ക് പോകണ്ട, 5 ഡേ വർക്കിംഗ് ഡേ ആയിട്ട് മാറുകയാണെങ്കിൽ ആ ദിവസം അച്ഛനും അമ്മയും അല്ലെങ്കിൽ വീട്ടിലുണ്ടാകും. അപ്പോൾ കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. ആ ഒറ്റ കാരണം കൊണ്ടാണ് 5 ഡേ വർക്കിംഗ് ഡേ അഭിലഷണീയമായ ഒരു മാറ്റമാണ് എന്ന് ഞാൻ പറയുന്നത്. പക്ഷെ അവിടെയും എനിക്ക് വേറെ ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഈ പുസ്തകം ഒന്ന് നോക്കൂ നിങ്ങൾ. വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ, വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ. ഇത് അഭിജിത് ബാനർജി 2019 എഴുതിയ ബുക്കാണ്. ആരാണ് ഈ അഭിജിത് ബാനർജി? 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് അവർ 3 പേർ കൂടിയാണ്, ഇന്ത്യക്കാരനായ ബംഗാളിയായ അഭിജിത് ബാനർജി വേറെ 2 പേരും ചേർന്നാണ് പങ്കിട്ടത്. അദ്ദേഹം 2019 നമുക്ക് ലോകസഭ ഇലക്ഷൻ വന്ന സമയത്ത് ഇന്ത്യൻ ഇക്കോണമിയെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി എഴുതിയതാണ് വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ. ഇന്ത്യൻ ഇക്കോണമിക്ക് എന്ത് വേണം എന്നുള്ള ഈ പുസ്തകം. അപ്പോ ഈ പുസ്തകത്തിൽ ഇദ്ദേഹം പറയുന്നുണ്ട് അമേരിക്കൻ ഇക്കോണമി എഫിഷ്യന്റ് ആയിട്ട് പെർഫോം ചെയ്ത് ലോകത്തെ 1ാമത്തെ GDP ഉള്ള രാജ്യമായി മാറിയത് എങ്ങനെ, അതെങ്ങനെ അത് തുടരുന്നു ആ അവസ്ഥയിൽ. അതായത് അത്ര എഫിഷ്യൻസിയാണ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെയാണെങ്കിൽ ഗവൺമെന്റ് സേവനത്തിലേക്ക് PSC വഴിയോ പുറംവാതിൽ നിയമനം വഴിയോ, പുറംവാതിൽ നിയമനം തമാശ പറഞ്ഞതല്ല കേട്ടോ, കാരണം ഈ ഭരണപരിഷ്കാര കമ്മീഷന്റെ റിപ്പോർട്ടിലുണ്ട് ആ വാതിൽ അടയ്ക്കൂ. ഏത് വാതില്? പുറം വാതിൽ നിയമനം നടത്തുന്ന LDFന്റെ ആ കളിയെ പറ്റിയാണ്, വാതിലിനെ പറ്റിയാണ് പറഞ്ഞത്. ആ വാതിൽ അടയ്ക്കൂ എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പുറംവാതിൽ നിയമനം വഴി വരുന്നവർ കഴിവുള്ളവരാകില്ല,
നേരെ മറിച്ച് PSC വഴി കടന്നു വരുന്നവര് തരക്കേടില്ലാതെ കഴിവുള്ളവർ തന്നെയായിരിക്കും. പക്ഷെ ആ കഴിവ് പോരാ. അഭിജിത്ത് ബാനർജി പറയുന്നുണ്ട്, ഈ കഴിവിനെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനു വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു വകുപ്പില്, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ കാര്യം തന്നെ എടുത്തോളൂ. എല്ലാ വകുപ്പിലും കമ്പ്യൂട്ടേഴ്സ് ഇഷ്ടം പോലെ. പക്ഷെ ആ കമ്പ്യൂട്ടറിലൂടെ ഒരു പ്രവൃത്തിയും നടക്കുന്നില്ല. കമ്പ്യൂട്ടർ നോക്കുകുത്തിയായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ എവിടെയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്? ഉദാഹരണത്തിന് നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി തന്നെ സ്വയറിംഗ് ഇൻ സെറിമണിയുടെ അന്ന് പറഞ്ഞത്, ഓരോ ഫയലും ഇന്ത്യയും പുറകിലെ ഒരു ജീവിതമുണ്ട്. അപ്പൊ ആ ഫയലിനോട് നീതി പുലർത്തിയാൽ ആ ജീവിതത്തോട് നീതി പുലർത്തലാണെന്ന്. ഒരു മാസം മുൻപോ 1.5 മാസം മുൻപോ പത്രങ്ങളിലൊക്കെ വന്ന വാർത്ത നമ്മൾ കണ്ടതാണ്. 3.5 ലക്ഷത്തോളം ഫയലുകളാണ് സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്നത്. അത് പിന്നെ അസംബ്ലി വഴി വന്ന റിപ്പോർട്ടാണ്. അതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാം. വിശ്വാസത്തിനോട് അടുത്ത കണക്കായിരിക്കും അത്. അപ്പൊ ഈ 3.5 ലക്ഷം ഫയലുകൾ കെട്ടിക്കിടക്കുന്നു എന്ന് വെച്ചാൽ 3.5 ലക്ഷം പേരുടെ ജീവിതം വഴിയാധാരമായി കിടക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? എന്ന് വെച്ചാൽ എവിടെ കിടക്കുന്നു നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ കാര്യക്ഷമത എന്ന് പറയുന്നത്? ആ കാര്യക്ഷമതയെ പറ്റി ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് ഈ അഭിജിത്ത് ബാനർജിയുടെ വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ എന്ന ഗ്രന്ഥം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്കണം. ഇവിടെ പോലെ PSC വഴിയോ പുറംവാതിൽ നിയമനം വഴിയോ വന്നു കയറുന്നവരെ ഇഷ്ടം പോലെ പ്രൊമോഷനും ശമ്പള പരിഷ്കരണവും ഒക്കെ കൊടുത്ത് കയറ്റി വിടുകയല്ല ചെയ്യുന്നത്. കാര്യക്ഷമതയ്ക്ക് ഇൻക്രിമെന്റ്, കാര്യക്ഷമത കൂടുതലുള്ളവർക്ക് കൂടുതൽ ഇൻക്രിമെന്റ്, കുറവുള്ളവർക്ക് കുറവ് ഇൻക്രിമെന്റ്, കാര്യക്ഷമത തീരെ ഇല്ലാത്തവർക്ക് ഇൻക്രിമെന്റ് ഇല്ല, ഒരുപക്ഷെ പിരിഞ്ഞു പോകേണ്ടി വരും. അങ്ങനെയാണ് കാര്യക്ഷമതയെ അളക്കേണ്ടത്. ഇനി അതുകൊണ്ട് മാത്രം അദ്ദേഹം നിർത്തുന്നില്ല. അദ്ദേഹം പറയുന്നു, ഈ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണം? PSC വഴി മിടുക്കരായിട്ട് വന്നവരാകാം, പക്ഷെ ആ വന്നതുകൊണ്ട് മാത്രം അവര് എല്ലാ ടെക്നോളജിയും പഠിക്കുന്നില്ല, എല്ലാ മികവും കൈവരിക്കുന്നില്ല. അപ്പൊ അവർക്ക് ഏതേത് വകുപ്പിലേക്ക് അവരെ വിടുന്നുവോ ആ വകുപ്പ് എന്താണോ കാര്യം ചെയ്യുന്നത് ആ വകുപ്പ്, ഉദാഹരണത്തിന് ലാൻഡ് വകുപ്പിലേക്ക് പോകുന്ന ഒരാൾക്ക് കേരളത്തിലെ ലാൻഡിനെ പറ്റി ഒരു കാര്യവും അറിയണമെന്നില്ല. അപ്പൊ എന്തെല്ലാം കാര്യങ്ങള് ആണ് അത് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കണം. അങ്ങനെ ഓരോ വകുപ്പിനെ പറ്റിയും കൃത്യമായി പഠിച്ച് അവനവന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിച്ച് അത് പിന്നെ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ മാത്രമേ എഫിഷ്യന്റ് ആയിട്ട്, അതായത് കാര്യക്ഷമത വർദ്ധിപ്പിച്ച് മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞതുപോലെ ഓരോ ഫയലിനോടും നീതി പുലർത്താൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് നന്നായിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അഭിജിത്ത് ബാനർജി ഈ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, വേണ്ടി വരുന്ന സമയത്ത് പുറത്തുനിന്ന് ഒരു 1 ഇയർ കോൺട്രാക്റ്റില് മിടുക്കരെ, അതായത് ഏതൊക്കെ എഫിഷ്യൻസി ആണോ വേണ്ടത് അപ്പോയിന്റ് ചെയ്യുക, കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യുക 1 വർഷത്തേക്ക്. 1 വർഷം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പെർമനൻസി കൊടുക്കേണ്ടി വരും. അപ്പൊ 1 വർഷത്തേക്ക് കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ് കൊടുക്കുക. അവരെ കൊണ്ട് അതിനകത്തുള്ള, അതായത് ഗവൺമെന്റ് സ്റ്റാഫിനെ കാര്യക്ഷമതയുള്ളവരാക്കി ആ ടെക്നോളജിക്ക് ഉള്ളവരാക്കി മാറ്റിയതിന് ശേഷം അവരെ പറഞ്ഞയക്കുക. അവരെ 1 വർഷത്തേക്ക് ആണല്ലോ കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. അപ്പൊ കാര്യക്ഷമത പിന്നെ വർദ്ധിക്കും. ഇപ്പോ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റില് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ വകുപ്പിലും ആവശ്യം പോലെ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഉണ്ട്, ഡിജിറ്റൽ എന്ന് പേരുമുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നോക്കൂത്തിയായിട്ട് ഇരിക്കുന്നേ ഉള്ളൂ. ആ അവസ്ഥ മാറണം. അങ്ങനെ കാര്യക്ഷമത കൈവരിച്ചു കഴിഞ്ഞാൽ 5 ദിവസം ധാരാളമാണ് ഒരു ഗവൺമെന്റിന്റെ കാര്യക്ഷമത പൂർണ്ണമായിട്ടും നേടിയെടുക്കാനായിട്ട്. അപ്പൊ ആ കാര്യക്ഷമത എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ അതുപോലെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ സബ് കോൺട്രാക്ടിങ്ങും അങ്ങനെ ഇങ്ങനെയൊക്കെ, അതായത് ആൾക്കാരെ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് അഭിജിത്ത് ബാനർജി പറയുന്നത് എന്താണെന്ന്, ഉദാഹരണം NREGS, അതായത് നമ്മുടെ തൊഴിലുറപ്പ് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, NREGSലെ വർക്കേഴ്സിന്റെ കാര്യം അദ്ദേഹം പറയാം. നമുക്കിവിടെ NREGSനെ കൊണ്ട് എന്തൊക്കെയാ ചെയ്യുന്ന, റോഡ് സൈഡിലെ പുല്ല് വെട്ടിക്കല്, ഇങ്ങനെ എന്തെല്ലാം മാമാങ്കങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓർക്കണം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 90 രൂപ ശമ്പളം കൊടുക്കുമ്പോൾ, അതായത് അവരുടെ ആ സ്കീമിന്റെ NREGSന്റെ 90:10 അതായത് 90 രൂപ കേന്ദ്രം കൊടുക്കുമ്പോൾ 10 രൂപയാണ് സംസ്ഥാനം കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്കീമിലാണ് വഴിയരികിലെ പുല്ല് വെട്ടിക്കുക, ഇങ്ങനെയുള്ള ചന്തമേറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊട്ടാകെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടത്തുന്നത്. ഇദ്ദേഹം പറയുന്ന ഒന്ന് നോക്കൂ,
NREGS, efficiency of NREGS spending can be increased by working with the departments to improve asset quality and create better quality rural infrastructure. അതായത് ഈ NREGSനെ ഗവൺമെന്റ് വകുപ്പുകളുമാക്കി കൂട്ടിച്ചേർത്ത് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ആകട്ടെ, റൂറൽ മാത്രമാകണമെന്നില്ല, അർബൻ ഇൻഫ്രാസ്ട്രക്ചറും ആകട്ടെ, അല്ലെങ്കിൽ ക്ലീനിങ് വാട്ടർ കോഴ്സസിന്റെ ക്ലീനിങ് ആകട്ടെ, അല്ലെങ്കിൽ സീവറേജിന്റെ ക്ലിയറൻസ് ആകട്ടെ, ഇങ്ങനെയുള്ള എന്തെല്ലാം ജൈവമാലിന്യങ്ങളോ ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഈ NREGSനെ കാര്യക്ഷമത കൈവരിച്ച് അവരെ കൂട്ടിച്ചേർത്ത് അതിനൊക്കെ മറ്റ് സ്കീംസുമായിട്ട് ബന്ധപ്പെടുത്തണം. അങ്ങനെ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ കാര്യക്ഷമത അതായത് ഓർക്കണം, മറ്റെന്തിനും ഒരു പുറം കരാർ കൊടുക്കുമ്പോഴേക്കും ഗവൺമെന്റ് അതിന് കോടികൾ ചെലവഴിക്കണം. മറിച്ച് ഇവിടെ NREGS എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് 90% കൊടുക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് 10% ചെലവഴിക്കേണ്ടു. അങ്ങനെയുള്ള അവരെ സ്കിൽഫുൾ ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ എഫിഷ്യൻസി വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ 6 ദിവസം ജോലി സമയം എന്നുള്ളത് 5 ദിവസമാക്കി മാറ്റുക. തീർച്ചയായിട്ടും അത് ഗവൺമെന്റിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കും, തൊഴിലാളികളുടെ എഫിഷ്യൻസി, അതായത് ഗവൺമെന്റ് ജീവനക്കാരുടെ എഫിഷ്യൻസിയും വർദ്ധിപ്പിക്കും. അതോടൊപ്പം ഈ അഭിജിത് ബാനർജിയെ പോലുള്ളവർ പറയുന്നത് ഒന്ന് കേട്ട് അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുക. കാരണം NREGS എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇന്ത്യക്ക് വെളിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞ ഒന്നല്ല, എല്ലാം നമ്മുടെ കാൽച്ചുവട്ടിലുള്ളവരാണ്. നോക്കി തൊഴിലുറപ്പ് പദ്ധതിയെ ആശ്രയിച്ച് ജീവിക്കുന്നവര്. അപ്പൊ അത്തരം കാര്യങ്ങളെ എങ്ങനെയാണ് ഈ ശാക്തീകരണത്തിന്റെ, അതായത് എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമാക്കി ഉപയോഗപ്പെടുത്താൻ പറ്റുക എന്നുകൂടി ഗവൺമെന്റ് ആലോചിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ വേറെ ഒരുപാട് റെക്കമെൻഡേഷൻസ് ആണ് ഈ ഗ്രന്ഥം വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ സർക്കാർ ജീവനക്കാരുടെ ഇപ്പോ നിലവിലുള്ള ആനുകൂല്യങ്ങൾ ഒന്നും വെട്ടിക്കളയണ്ട. പക്ഷെ ഒരു കാര്യം ചെയ്യണം, അതായത് 10 മണിക്ക് സെക്രട്ടേറിയറ്റ് തുറന്ന് പ്രവർത്തനം തുടങ്ങുന്നു എന്നുള്ളത് 9 മണിക്കായിട്ട് മാറ്റണം. 5 മണിക്ക് ഓഫീസ് ടൈം തീരുക എന്നുള്ളതിൽ മാറ്റം വരരുത്. അതിനേക്കാൾ അപ്പുറത്തേക്ക് പോയാല് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ അത് ബാധിക്കുക. അതായത് അവർക്ക് അങ്ങനെ പോയി വീട്ടിലൊക്കെ എത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. പോരാത്തതിന് കേരളത്തിലെ മയക്കുമരുന്നും മറ്റുള്ള വ്യാപനം കാരണം കൊണ്ട് 5 മണി കഴിഞ്ഞാലേ പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് കാരണം കൊണ്ട് 5 മണി എന്നുള്ളത് 5 മണി തന്നെ ആയിരിക്കണം. പക്ഷേ 10 മണി എന്നുള്ളത് 9 മണിയാക്കിയിട്ട് മുൻപോട്ടാക്കുക. എന്നിട്ട് ആ 5 മണിക്ക് തന്നെ വിടുക. അപ്പൊ 1 മണിക്കൂർ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ആ 1 മണിക്കൂർ വീതം 5 ദിവസം കിട്ടുമ്പോഴത്തേക്കും തന്നെ 5 മണിക്കൂർ കിട്ടി. പിന്നെ നഷ്ടപ്പെടുന്നെങ്കിൽ അത് 3 മണിക്കൂർ. അതൊക്കെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ, അതുപോലെ തന്നെ വീട്ടിലിരുന്ന് വേണമെങ്കിൽ ഇപ്പൊ ഈ 5 മണിക്കൂർ 5.5 മണിക്കൂർ എന്നുള്ളത് പോട്ടെ, ഏതെങ്കിലും ഇപ്പൊ ശനിയാഴ്ചകളില് വീട്ടിലിരുന്ന് കുറച്ച് സമയം ഒരു 2-3 മണിക്കൂർ വീട്ടിലിരുന്ന് ജോലി ചെയ്യുക, ഓഫീസിലേക്ക് എത്തണ്ട. അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളും ഒക്കെ ഇതിന്റെ കൂടെ എടുക്കാവുന്നതാണ്. പക്ഷെ അവർക്ക് കൊടുക്കുന്ന സൗകര്യങ്ങൾ, അതായത് സറണ്ടർ ലീവ് ഒക്കെ വേണമെങ്കിൽ വെട്ടിക്കുറയ്ക്കാവുന്നതേ ഉള്ളൂ. കാരണം സർക്കാർ ജീവനക്കാർ വളരെ നല്ല സാലറി, മാന്യമായ വേതനം പറ്റുന്നവരാണ്. ആ വേതനം പറ്റുന്നത് കൊണ്ട് തന്നെ സറണ്ടർ ലീവ് പോലെയുള്ള ആനുകൂല്യങ്ങൾ വിട്ടുകളയാൻ തയ്യാറാവുകയാണ് വേണ്ടത്, പൊതുജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്നുകൂടി ഞാൻ പ്രത്യേകം പറയുകയാണ്. എന്റെ പോക്കറ്റിലേക്ക് വന്നോട്ടെ എന്ന് മാത്രം ആരും വിചാരിക്കരുത്. നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ളവർ പുഞ്ചിരിച്ചാൽ മാത്രമേ നമ്മുടെ ചിരിക്കും അർത്ഥമുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം ഓരോരുത്തരും, സർക്കാർ ജീവനക്കാരാകട്ടെ ആരുമാകട്ടെ, പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാർ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു ധർമ്മമുണ്ട്. അതായത് സർക്കാർ ജനക്ഷേമത്തിന് വേണ്ടിയാണ്. സർക്കാർ ജീവനക്കാർ ആ ജനക്ഷേമം നേടിയെടുക്കുന്നതിന് സർക്കാരിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ജനക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് സർക്കാർ ജീവനക്കാർ. അതുകൊണ്ട് തന്നെ എന്റെ പോക്കറ്റിലേക്ക് പോന്നോട്ടെ എന്നുള്ള ആ വികാരമല്ല നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. ജനക്ഷേമം എന്ന വികാരമാണ്. ഞാൻ എന്ത് ചെയ്താല് എന്റെ ഓരോ മിനിറ്റും ഈ സർക്കാർ സേവനത്തിന് വേണ്ടി വിനിയോഗിക്കുമ്പോൾ എത്ര കാര്യക്ഷമതയോടുകൂടി വിനിയോഗിക്കണം, ഞാൻ ടെക്നോളജിയുടെ സഹായം എന്തുമാത്രം എത്തിപ്പിടിക്കണം,
ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മെ ഭരിക്കണം. അങ്ങനെ അത്തരം ആലോചനകൾ നമ്മെ ഭരിക്കുമ്പോൾ മാത്രമേ നാം എഫിഷ്യന്റ് ആകൂ. നാം എഫിഷ്യന്റ് ആകുമ്പോൾ മാത്രമേ നമ്മുടെ ഗവൺമെന്റ് ജനക്ഷേമം നടത്തുന്ന ഗവൺമെന്റ് ആയി മാറുകയുള്ളൂ.